ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആമസോണിൻ്റെ വെബ് സർവീസസിനെ കുറിച്ചുള്ളൊരു സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആ സീരീസിലെ 30ാമത്തെ സെഷനാണ്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് ആമസോണിൻ്റെ S3 എന്ന് പറയുന്ന ഒരു സ്റ്റോറേജ് സർവീസിനെ കുറിച്ചാണ്. ആക്ച്വലി നമ്മൾ S3യെ കുറിച്ചൊരു പാർട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക്സ് കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ആമസോൺ S3 ബക്കറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിലെങ്ങനെ ഒരു ഓബ്ജക്റ്റ് അപ്ലോഡ് ചെയ്യാം, അതിലെങ്ങനെ നമുക്ക് പബ്ലിക് ആക്സസ് സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പാർട്ട് 1ൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു സെഷന് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് വരുന്നത്. പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സെഷൻ കണ്ടിട്ടില്ലാത്തവർ ആ ഒരു സെഷൻ കണ്ടിട്ട് ഈ ഒരു സെഷൻ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആമസോൺ S3യിൽ വെർഷനിങ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അപ്പോൾ ആ ഫീച്ചർ എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കി എക്സാമ്പിൾ ചെയ്ത് നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഓബ്ജക്റ്റ് വെർഷനിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഫയലിൻ്റെ, അതായത് ഒരു ഫയലിൻ്റെ മൾട്ടിപ്പിൾ വെർഷൻസ് നമുക്ക് നമ്മുടെ ബക്കറ്റിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സെയിം ഫയലിൻ്റെ തന്നെ മൾട്ടിപ്പിൾ വെർഷൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ ആ ഒരു സെയിം ബക്കറ്റിൽ തന്നെ. അപ്പോൾ വെർഷനിങ് നമ്മൾക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡൻ്റലി നമ്മൾ ഏതെങ്കിലും ഒരു ഫയലിൽ ഓവർ റൈറ്റ് ആയി പോകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫയൽ ഓൾറെഡി നമ്മുടെ ഒരു ബക്കറ്റിലുണ്ട്, നമ്മളിപ്പോൾ ആ സെയിം ഫയൽ തന്നെ എന്തെങ്കിലും കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ ആ ബക്കറ്റിലോട്ട് തന്നെ വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് മുമ്പുണ്ടായിരുന്ന ആ ഒരു ഫയൽ, സെയിം നെയിമുള്ള ഒരു ഫയൽ ഓവർ റൈറ്റ് ആയി പോകുന്നത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ വെർഷനിങ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ വെർഷനിങ് നമ്മൾ എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യുന്നതെല്ലാം ബക്കറ്റ് ലെവലിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഈ വെർഷനിങ് നമ്മൾ ആക്ച്വലി ഇവിടെ എനേബിൾ ചെയ്തില്ലെങ്കിൽ പോലും ഈ നമ്മുടെ ആമസോൺ S3 ബക്കറ്റിലുള്ള എല്ലാ ഒബ്ജക്റ്റിനും ഒരു വെർഷൻ ID ഓട്ടോമാറ്റിക്കായിട്ട് ശരിക്കും ഉണ്ട്. പക്ഷേ നമ്മൾ വെർഷനിങ് എനേബിൾ ചെയ്തില്ലെങ്കിൽ അങ്ങനെയുള്ള വെർഷൻ ID അതിന് നള്ളായിട്ടായിരിക്കും വാല്യൂ സെറ്റ് ചെയ്യുന്നത്. അതായത് ഇൻ എഫക്റ്റ് ഒരു ഒബ്ജക്റ്റ് വെർഷനിങ് ഇല്ലാത്തതുപോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ആമസോൺ S3 തന്നെയാണ് ഇതിൻ്റെ വെർഷൻ IDs ജനറേറ്റ് ചെയ്യുന്നത്. നമുക്കതിൽ പ്രത്യേകിച്ച് നമ്മുടേതായിട്ടുള്ള കസ്റ്റമൈസേഷൻസ് ഒന്നും വരുത്താൻ സാധിക്കില്ല. അതിന് നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സാധിക്കില്ല. S3 തന്നെയാണ് വെർഷൻ IDs ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ വെർഷൻ ID ആണ് നിങ്ങളിപ്പോൾ ഇവിടെ ഈ കാണുന്നത്. അത് URL ഫ്രണ്ട്ലി വെർഷൻ ID ആയിരിക്കും ഈ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെർഷൻ നമ്മൾ ഒരിക്കൽ എനേബിൾ ചെയ്തു, അതിനകത്തുള്ള ഒബ്ജക്ട്സിനൊക്കെ നമുക്ക് വെർഷൻസ് ഉണ്ട്. ഇപ്പം അതിനുശേഷം നമ്മൾ ആ ഒരു ബക്കറ്റിൽ വെർഷനിങ് ഡിസേബിൾ ചെയ്താലും മുമ്പ് വെർഷൻസ് കിട്ടിയിട്ടുള്ള ഒബ്ജക്ട്സിനെല്ലാം തന്നെ അത് തുടരുന്നതായിരിക്കും. പിന്നീട് നമ്മൾ വെർഷനിങ് ഡിസേബിൾ ചെയ്താലും വെർഷനിങ് ഓൾറെഡി കിട്ടിയിട്ടുള്ള ഒബ്ജക്ട്സിനൊന്നും വെർഷനിങ് പോവുകയില്ല. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള വെർഷനിങ്ങിനെ കുറിച്ചുള്ള പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഓരോരോ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം വെർഷനിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ഇമേജ് ഫയൽ നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പം 1111 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറുള്ള ഒരു ഇമേജ് ഫയൽ, ഇപ്പോൾ ഒരു നെയിമുള്ള ഇമേജ് ഫയലുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും രണ്ടാമത് ആ സെയിം നെയിമുള്ള, ഇപ്പോൾ photo.gif എന്നൊരു ഇമേജ് ഫയൽ ഓൾറെഡി എനിക്ക് ബക്കറ്റിലുണ്ട്, എൻ്റെ ഒരു ബക്കറ്റിൽ. അപ്പോൾ ഞാൻ വീണ്ടും ആ സെയിം നെയിമുള്ള ആ ഒരു സെയിം ഫയൽ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുകയാണ് എൻ്റെ ബക്കറ്റിലോട്ട്. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഒരിക്കലും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു സെയിം ഫയൽ നെയിമിനെ ഓവർ റൈറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം പുതിയൊരു വെർഷൻ നമ്പർ ഇട്ട് അതിനെയും കൂടെ രണ്ടാമത് വന്ന പുതിയതിനെയും കൂടെ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഗുണം, നമുക്ക് ആക്സിഡൻ്റലി ഓൾറെഡി ഉണ്ടായിരുന്ന ഒറിജിനൽ ഫയൽ ഡിലീറ്റ് ആയി പോകാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. തന്നെയല്ല, പിന്നീടുള്ള ഒരു പ്രീവിയസ് വെർഷൻ നമുക്ക് റിട്രീവ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ വെർഷനിങ് നമുക്ക് നമ്മുടെ ബക്കറ്റിൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യം നമുക്ക് ജസ്റ്റ് ബേസിക്സ്, ഈ വെർഷനിങ്ങിൻ്റെ ബേസിക്സ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് നമുക്കൊന്ന് ആദ്യം ചെയ്തൊന്ന് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ 2 ഫയൽസാണ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്, ഫയൽ എയും ഫയൽ ബി എന്നും. അപ്പോൾ നമുക്കിതിൽ ആദ്യം ഈ ഒരു ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ വെർഷനിങ് എങ്ങനെ എനേബിൾ ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ ആമസോണിൻ്റെ ഫ്രീ ടയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തവർ അതെല്ലാം ചെയ്യുക. മുമ്പത്തെ എൻ്റെ വെർഷൻ സെഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും ആമസോൺ S3 കൺസോളിൽ ഞാനൊരു ബക്കറ്റ് ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, TechTVM ബക്കറ്റ് എന്നും പറഞ്ഞിട്ട്. ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ പോളിസീസും കാര്യങ്ങളും അതിൻ്റെ ക്രൈറ്റീരിയാസും എല്ലാം ഞാൻ മുമ്പത്തെ വെർഷൻ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഒന്ന് എടുത്ത് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബക്കറ്റ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ്. ഓൾറെഡി ഞാനൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ബക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്തു. അവിടെ ഞാൻ അപ്ലോഡ് എന്നും പറഞ്ഞിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അവിടെ ഞാൻ ആഡ് ഫയൽസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഡെസ്ക്ടോപ്പിലുണ്ടായിരുന്നു ഞാൻ ഫയൽ എ എന്നും പറഞ്ഞ പേര് കൊടുത്തിരിക്കുന്ന ഒരു PNG ഫയൽ ഞാനിപ്പം അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് കൊടുത്തു. തൽക്കാലം മറ്റൊരു ചേഞ്ചസ് ഞാനിപ്പോൾ ഇവിടെ വരുത്തുന്നില്ല. നെക്സ്റ്റ് കൊടുത്തു. സ്റ്റോറേജ് എല്ലാം സ്റ്റാൻഡേർഡാണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് അപ്ലോഡ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ അപ്ലോഡ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.
ഈ ഒരു ഫയൽ അപ്ലോഡ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഈ ഒരു ബക്കറ്റിൽ നമ്മൾ വെർഷനിങ് എനേബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഇവിടെ വെർഷനിങ് എന്നും പറഞ്ഞൊരു ഫീച്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഫീച്ചർ ഇപ്പം ഡിസേബിൾഡ് ആയിട്ടാണ് കിടക്കുന്നത്. കറൻ്റ്ലി ഇത് ഡിസേബിൾഡ് സ്റ്റേറ്റിലാണ്. നിങ്ങൾ അതിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇവിടെ എനേബിൾ വെർഷനിങ് കൊടുക്കുക, എന്നിട്ട് സേവ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബക്കറ്റിൽ വെർഷനിങ് എന്ന് പറഞ്ഞ ഫീച്ചർ എനേബിൾഡ് ആയിരിക്കുകയാണ്. ഇനി വീണ്ടും നിങ്ങൾ ഓവർവ്യൂ ടാബിൽ പോവുക. ഇനി നമുക്ക് വീണ്ടും ആ സെയിം ഫയൽ തന്നെ നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഡിഫോൾട്ട് ഓപ്ഷൻസ് എല്ലാം സെറ്റ് ചെയ്ത് അത് ആ ഫയൽ അപ്ലോഡ് ആവും സക്സസ്ഫുള്ളി. ഇപ്പോൾ ആ രണ്ടാമത്തെ ഫയലും അപ്ലോഡ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വെർഷനിങ് ഈ ഒരു ബക്കറ്റിൽ നമ്മളിപ്പോൾ എനേബിൾ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ വെർഷൻസ് നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡിഫോൾട്ട് ഓപ്ഷൻ ഇവിടെ ഹൈഡായിട്ടായിരിക്കും കിടക്കുന്നത്, അതിവിടെ ഷോ കൊടുക്കുക. കണ്ടില്ലേ, വെർഷനിങ് എനേബിൾ ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു ഓബ്ജക്റ്റിന് വെർഷൻ ഐ ഡി നള്ളായിട്ടാണ് കാണിക്കുന്നത്. ആക്ച്വലി അതിനൊരു വെർഷൻ ഇതിൻ്റെ ഉണ്ട്, പക്ഷേ അത് നള്ളായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വെർഷനിങ് എനേബിൾ ചെയ്ത ശേഷമുള്ള ആ ഒരു ഓബ്ജക്റ്റിന് ഒരു വെർഷൻ ഐ ഡി ഓട്ടോമാറ്റിക്കായിട്ട് S3 അസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലോങ് ലെങ്തി ക്യാരക്ടേഴ്സ്, അതാണ് ഇതിൽ വെർഷൻ ഐ ഡി എന്ന് പറയുന്നത്. അത് ഇതിൽ S3 തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു വെർഷൻ ഐ ഡി. അപ്പം കണ്ടില്ലേ, ഇപ്പം a.png എന്ന് പറഞ്ഞ ആ ഒരു ഫയലിന് രണ്ട് വെർഷൻസ് ആക്ച്വലി ഉണ്ട്. ഒന്ന് ഫസ്റ്റ് നമ്മൾ വെർഷൻ ഐ ഡി എനേബിൾ ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു ഒറിജിനൽ ഫയൽ, അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് അപ്ലോഡ് ചെയ്ത ഈ ഒരു ഫയൽ, രണ്ടാമത് വെർഷനിങ് എനേബിൾ ചെയ്ത ശേഷമുള്ള ഫയൽ. നമുക്കിനി ഒന്നും കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യാം, സെയിം ഫയൽ തന്നെ. ഞാൻ അപ്ലോഡ് കൊടുത്തു. കണ്ടില്ലേ, ഇപ്പോൾ ആ ഫയൽ വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും പഴയ വെർഷൻസ് ഒന്നും അത് ഓവർ റൈറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല. ആ ഫയൽസ് എല്ലാം ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്. പുതിയ ഫയൽ അപ്ലോഡ് ചെയ്തപ്പോൾ അത് വീണ്ടും പുതിയൊരു വെർഷനായിട്ടാണ് അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതാണ് അത് ലേറ്റസ്റ്റ് വെർഷനായിട്ട് എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ലാസ്റ്റ് കിടക്കുന്ന ഫയലായിരിക്കും, റീസെൻ്റ്ലി വന്ന ഫയലായിരിക്കും അത് ലേറ്റസ്റ്റ് വെർഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് വെർഷനിങ്ങിൻ്റെ ബേസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്കതിൻ്റെ നെക്സ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെർഷനിങ് റിലേറ്റ് ചെയ്ത് വരുന്ന, ഇനി ഒരു വെർഷനിങ് എനേബിൾ ചെയ്തിട്ടുള്ള ഒരു ബക്കറ്റിൽ നമുക്കിപ്പോൾ ഒരു ഓബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആക്ച്വലി നമ്മൾ വെർഷനിങ് എനേബിൾ ചെയ്തിട്ടുള്ള ഒരു ഓബ്ജക്റ്റിൽ നമ്മൾ ഒരു ബക്കറ്റിൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഡിലീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആക്ച്വലി സംഭവിക്കുന്നത് ശരിക്കും ആ ഒരു ഒബ്ജക്റ്റ് ഡിലീറ്റായി പോവുകയല്ല ചെയ്യുന്നത്. ആ ഒരു ഒബ്ജക്റ്റിൽ ഡിലീറ്റ് മാർക്കർ എന്ന് പറഞ്ഞിട്ടൊരു മാർക്കർ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആമസോൺ S3. അങ്ങനൊരു മാർക്കർ അത് സെറ്റ് ചെയ്യും. ആക്ച്വൽ ഓബ്ജക്റ്റ് ആ ഒരു ബക്കറ്റിൽ തന്നെ ഉണ്ടാവും, പക്ഷേ ഡിലീറ്റ് മാർക്കർ എന്ന് പറഞ്ഞൊരു മാർക്കർ അവിടെ സെറ്റ് ചെയ്യും. അങ്ങനെ ഡിലീറ്റ് മാർക്കർ സെറ്റ് ചെയ്ത ആ ഒരു വെർഷൻ പിന്നീട് അതിൻ്റെ കറണ്ട് വെർഷനായിട്ട് മാറും. അതായത് ലാസ്റ്റ് അവിടെ ആ സംഭവിച്ച ഒരു ഇവൻറ്റ് ഡിലീറ്റ് മാർക്കർ, അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഡിലീറ്റ് കൊടുത്തു, ആ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഒബ്ജക്റ്റിന് ഡിലീറ്റ് മാർക്കർ എന്ന് പറഞ്ഞൊരു മാർക്കർ ആക്ച്വലി സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്, അല്ലാതെ ആ ഒബ്ജക്റ്റ് ഡിലീറ്റായി പോവുകയല്ല ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു വെർഷനായിരിക്കും പിന്നീട് അതിൻ്റെ ആ ഒരു ബക്കറ്റിൽ ആ ഒബ്ജക്റ്റിൻ്റെ കറണ്ട് വെർഷനായിട്ട് അത് മാറുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി ഗെറ്റ് റിക്വസ്റ്റ് എല്ലാം വെച്ചിട്ട് നമ്മൾ ഒബ്ജക്ട്സ് റിട്രീവ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എപ്പോഴും ബൈ ഡിഫോൾട്ട് ഗെറ്റ് റിക്വസ്റ്റ് റിട്രീവ് ചെയ്യുന്നത് മോസ്റ്റ് റീസെൻ്റ്ലി ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഫയലിൻ്റെ വെർഷനായിരിക്കും ബക്കറ്റിൽ നിന്നുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കേസിൽ നമ്മുടെ മോസ്റ്റ് റീസെൻ്റ്ലി ഉള്ള വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെർഷനിൽ ഡിലീറ്റ് മാർക്കർ സെറ്റ് ചെയ്ത ഒരു വെർഷനാണ് ആ ഒരു ഫയലിൻ്റെ. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് മാർക്കർ സെറ്റ് ചെയ്ത ഒരു വെർഷനിൽ ഗെറ്റ് റിക്വസ്റ്റ് വെച്ചിട്ട് ആ ഒരു ഓബ്ജക്റ്റ് റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു 404 നോട്ട് ഫൗണ്ട് എറർ ആയിരിക്കും നമുക്ക് എപ്പോഴും കിട്ടുന്നത്. അപ്പോൾ ഇൻഎഫക്റ്റീവ്ലി അത് ഡിലീറ്റ് ചെയ്തതുപോലെ തന്നെ ആയിരിക്കും എൻഡ് യൂസറിന് കാണുന്നത്. അതായത് ഇപ്പം ഒരു ഡിലീറ്റ് മാർക്കർ സെറ്റ് ചെയ്ത ഒരു ഓബ്ജക്റ്റ് നമ്മൾ ഗെറ്റ് റിക്വസ്റ്റ് ഉപയോഗിച്ച് റിട്രീവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബൈ ഡിഫോൾട്ട് ഗെറ്റ് റിക്വസ്റ്റ് എപ്പോഴും ശ്രമിക്കുന്നത് ലേറ്റസ്റ്റ് വെർഷൻ റിട്രീവ് ചെയ്യാനായിരിക്കും. ബൈ ഡിഫോൾട്ട് ലേറ്റസ്റ്റ് വെർഷൻ ആയിരിക്കും റിട്രീവ് ചെയ്ത് എടുത്തുകൊണ്ട് വരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഡിലീറ്റ് മാർക്കർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ് ലേറ്റസ്റ്റ് വെർഷനായിട്ട് കിടക്കുന്നതെങ്കിൽ ഒരു 404 നോട്ട് ഫൗണ്ട് എറർ ആയിരിക്കും നമുക്ക് റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത്. പക്ഷേ ഇതല്ലാതെ നമുക്ക് അതിൻ്റെ പ്രീവിയസ് വെർഷൻ ഏതെങ്കിലും വേണമെങ്കിൽ വെർഷൻ ഐ ഡി നമുക്ക് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് റിട്രീവ് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ അതാണ് ഡിലീറ്റിൻ്റെ കേസ്. വെർഷനിങ് എനേബിൾ ചെയ്തിട്ടുള്ള ഒരു ബക്കറ്റിൽ ഡിലീറ്റിങ്ങിൻ്റെ കേസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് ചെയ്ത് നോക്കി മനസ്സിലാക്കാം അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എ എന്ന് പറഞ്ഞൊരു ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്തു. അതിപ്പോൾ അതിനിപ്പോൾ ഓൾറെഡി 2 വെർഷൻസ് ഉണ്ട്, പിന്നെ ഒരു ഫയൽ നമ്മൾ വെർഷനിങ് എനേബിൾ ചെയ്യുന്നതിന് മുമ്പുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഈ വെർഷനിങ് നമുക്ക് കാണേണ്ടതെങ്കിൽ നമുക്കതൊന്ന് ഹൈഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്യാം. നമുക്കത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഡിലീറ്റ് അങ്ങ് കൊടുക്കാം. ഡിലീറ്റ് കൊടുത്ത് ഞാൻ ഡിലീറ്റ് കൊടുക്കുകയാണ്. ഓക്കെ,
അപ്പോൾ നോർമൽ കേസിൽ ആ ഒരു ബക്കറ്റ് ഇപ്പോൾ എം ടി ആയി, ആ ഫയൽ അങ്ങ് ഡിലീറ്റ് ആയി പോയി ഇവിടുന്ന്. ഇപ്പോൾ ഞാൻ വെർഷനിങ് ഷോ ചെയ്യാനുള്ളത്, വെർഷൻസ് ഷോ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷേ ആക്ച്വലി നമ്മുടെ ബക്കറ്റിൽ വെർഷനിങ് എനേബിൾഡും ആണ് ഇപ്പം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ ആ വെർഷൻസ് ലിസ്റ്റ് ചെയ്യാനുള്ള ഒന്ന് ഷോ കൊടുത്ത് നോക്കാം എന്താ സംഭവിക്കുന്നതെന്നറിയാം. കണ്ടില്ലേ, ഇവിടെ ഒരു ഫയൽ പോലും ഡിലീറ്റായി പോയിട്ടില്ല. ഓൾറെഡി അവിടെ 3 ഫയൽസ് ഓൾറെഡി ഉണ്ടായിരുന്നു നമുക്ക്. ഒന്ന് നൾ എന്ന് പറഞ്ഞ് വെർഷൻ മാർക്ക് ചെയ്ത ഒരു ഫയൽ, അതായത് നമുക്ക് വെർഷനിങ് ബക്കറ്റിൽ എനേബിൾ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഒറിജിനൽ ആദ്യത്തെ ഫയൽ. അത് കഴിഞ്ഞ് 2 തവണ നമ്മൾ അപ്ലോഡ് ചെയ്ത 2 ഫയൽസ്, 2 വെർഷൻ ID കൊടുത്ത് S3 സ്റ്റോർ ചെയ്തിട്ടുണ്ട് അവിടെ. പിന്നെ ഒന്ന് ഇപ്പം നമ്മൾ ഡിലീറ്റ് കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ആക്ച്വലി നമ്മൾ ഡിലീറ്റ് കൊടുത്ത ഈ ഒരു AN.png എന്ന് പറഞ്ഞ ഫയൽ ഡിലീറ്റായി പോവുകയല്ല ചെയ്തത്, മറിച്ച് അതിന് വീണ്ടും പുതിയൊരു വെർഷൻ എനേബിൾ ചെയ്തിട്ട് അവിടെ ഡിലീറ്റ് മാർക്കർ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമുക്ക് വെർഷനിങ് എനേബിൾ ചെയ്താലുള്ളൊരു ഗുണം. നമുക്ക് ആക്സിഡൻ്റലി എന്തെങ്കിലും ഡിലീറ്റോ കാര്യങ്ങളോ സംഭവിക്കാതിരിക്കും. ഡിലീറ്റ് നമ്മൾ കൊടുത്താൽ പോലും അവിടെ ഒരു ഡിലീറ്റ് മാർക്കർ സെറ്റ് ചെയ്യുകയുള്ളൂ, അല്ലാതെ അത് ആക്ച്വലി ഡിലീറ്റായി പോവുകയില്ല. അപ്പോൾ അതാണ് ഈ വെർഷനിങ് എനേബിൾ ചെയ്തിട്ടുള്ള ബക്കറ്റ്സിൽ നമ്മൾ ഡിലീറ്റ് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം വെർഷൻസ് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മളിപ്പോൾ ഷോ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതല്ല, നമുക്കല്ലാതെ നമുക്ക് പെർമനൻ്റ്ലി ഏതെങ്കിലും ഒരു വെർഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വെർഷൻ ആണോ നമുക്ക് ഡിലീറ്റ് ചെയ്തൊരു ഫയലിൻ്റെ കളയേണ്ടത്, ഒരു ഒബ്ജക്റ്റിൻ്റെ കളയേണ്ടത്, ആ വെർഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ആ വെർഷൻ മാത്രമായിട്ട് ഇവിടെ ഡിലീറ്റ് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ആ ഒരു വെർഷൻ മാത്രമായിട്ട് പെർമനൻ്റ്ലി ഡിലീറ്റ് ആയി പോകും. അപ്പോൾ നമുക്ക് അങ്ങനെയും ഇൻഡിവിജ്വലി നമുക്ക് കൊടുക്കാം. അല്ലാതെ നമ്മൾ ഇപ്പം ആ ഒരു മെയിൻ ഫയലിന് മാത്രമായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തതുപോലെ ഡിലീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആക്ച്വലി ആ ഫയൽ ഡിലീറ്റ് ആവുകയല്ലേ ചെയ്യുന്നത്. അതിന് വീണ്ടും ഒരു വെർഷൻ ID സെറ്റ് ചെയ്തിട്ട് അവിടെ ഡിലീറ്റ് മാർക്കർ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇൻഎഫക്റ്റീവ് നമ്മൾ ആ ഒരു ഫയൽ നെയിം നമ്മൾ റിട്രീവ് ചെയ്യാൻ നോക്കുമ്പോൾ അത് നോട്ട്സ് ഫൗണ്ട് കാണിക്കും. കാരണം ഇൻഎഫക്റ്റീവ്ലി ആ ഫയൽ ഇവിടെ ഇല്ല, ഡിലീറ്റ് മാർക്കർ സെറ്റ് ചെയ്തതുകൊണ്ട്. പക്ഷേ നമുക്ക് വെർഷൻ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഫയലിൻ്റെ വെർഷൻസ് നമുക്ക് ഉപയോഗിച്ചിട്ട് റിട്രീവ് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ ഇതാണ് പെർമനൻ്റ്ലി ഡിലീറ്റിങ് എ വെർഷൻ. ഞാനിപ്പോൾ പറഞ്ഞത് നമ്മളിപ്പോൾ കണ്ടതുപോലെ ഒരു വെർഷൻ മാത്രമായിട്ട് നമുക്ക് പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ വെർഷൻ മാത്രമായിട്ട് നമുക്ക് സ്പെസിഫൈ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ സെലക്ട് ചെയ്ത വെർഷൻ മാത്രമായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനും സാധിക്കും. അപ്പോൾ ഇതാണ് വെർഷനിങ്ങിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ഒരു അഡീഷണൽ സെക്യൂരിറ്റി വേണമെങ്കിൽ നമുക്ക് MFA മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ലെവലിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ MFA കുറിച്ചൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ MFA ഉപയോഗിച്ച് നമുക്ക് S3 ബക്കറ്റ്സിലുള്ള ഓബ്ജക്ട്സിന് നമുക്ക് MFA ഉപയോഗിച്ച് ഒരു അഡീഷണൽ സെക്യൂരിറ്റി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കൊടുത്തിരുന്നാൽ നമ്മൾ എന്തെങ്കിലും ഒബ്ജക്ട്സ് ഡിലീറ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ നമ്മൾ അതിന് കൊടുത്താൽ മാത്രമേ, ഓതൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വെർഷനിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. വെർഷനിങ്ങിൻ്റെ ഡോക്യുമെൻറ്റേഷൻ AWS ഡോക്യുമെൻറ്റേഷൻ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ അതൊന്ന് ഓടിച്ച് വായിച്ച് നോക്കുക. അപ്പോൾ ഇതിൽ മറ്റിനി കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നുണ്ട്. S3യുടെ ഒബ്ജക്ട്സ് നമുക്ക് എങ്ങനെ എൻക്രിപ്റ്റ് ചെയ്യാമെന്നും സൂക്ഷിക്കാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഫ്രണ്ട്സിനിടയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ കാണാം.